Hi guys, how are you doing? Good morning, welcome back to my YouTube channel. കുറേ നാളായല്ലേ കണ്ടിട്ട്. എന്താ പറയുക, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. സോ ഐ തോട്ട് ഓക്കെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം. വേറെ ഒരു എക്സ്ട്രാ കോണ്ടന്റ് അങ്ങനെയൊന്നും ഇപ്പം തൽക്കാലം ഇല്ല. സോ വെറുതെ ഇരിക്കുകയാണ്. സോ ഐ തോട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കും. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൂടെ സ്മൂത്തായിട്ട് പോകും. വീഡിയോ എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് പ്രത്യേകമായിട്ട് എങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻ ഒരു ഡേ ഒന്നും അല്ല, നോർമലായിട്ടുള്ള വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ആക്ച്വലി ടുഡേ ഈസ് വെനസ്ഡേ. ഞാൻ തേഴ്സ്ഡേ ആണ് വീക്ക് ഓഫ് എടുക്കാറുള്ളത്. പക്ഷേ ഈ വീക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആക്ച്വലി ഐ വാസ് ഫോഴ്സ് ടു ടേക്ക് ഇറ്റ് ഓൺ വെനസ്ഡേ. അപ്പോൾ എനിക്ക് നോ പറയാനും പറ്റിയില്ല. ഇന്നാണെങ്കിൽ അർജുന് വർക്കിംഗ് ഡേ ആണ്. ഐ എം ഓൾ എലോൺ അറ്റ് ഹോം. അപ്പോൾ വെറുതെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കുറച്ചുകൂടി ഒന്ന് ലേസി ആവും. അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഒന്ന് ആക്റ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ആക്റ്റീവാണ്. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. വന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വെച്ച് കുറച്ച് ടൈം എന്താ പറയുക, എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് എന്തെങ്കിലും മൂവിയോ സീരീസോ എന്തെങ്കിലും ഇരുന്നിട്ട് കാണാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മൈ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹോം. സ്കിൻ കെയർ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ലിപ് ബാം, എൻ്റെ ലിപ്പില്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലിപ് ബാമും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ് ബാമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ്, ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്. എൻ്റെ ഫാർമസിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഹണിയൊക്കെ വരുന്നതാണ്, കുറച്ച് നല്ല ഹൈഡ്രേറ്റിംഗാണ്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്നലെ നൈറ്റ് ആക്ച്വലി ഞാൻ ചോറ് കഴിച്ചു. ഐ മീൻ രാത്രി ഞാൻ അങ്ങനെ ചോറ് കഴിക്കാറില്ല. പക്ഷെ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചോറ് കഴിച്ചത്. അതുകൊണ്ട് അധികമായിട്ട് വിശക്കുന്നില്ല. പക്ഷെ രാവിലെ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒരു വിളി വരുമല്ലോ കഴിക്കാൻ പോകുമ്പോൾ. ആ ഒരു വിളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഒറ്റയ്ക്കെന്നല്ല, ഞാൻ എപ്പോഴും സിമ്പിളായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, ഇന്ന് കുറച്ച് ഇവിടെയുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ ആൻഡ് ബ്ലൂബെറി ഒക്കെയാണ്. അതിലെടുത്ത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ആപ്പിൾ എടുക്കാം. സാധാരണ ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം. ഈ വീക്കിലേക്കുള്ളത് പോയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റിലേക്കുള്ള ഫ്രൂട്ട്സ് ആണിത്. പാല് കുറച്ചേ ഉള്ളൂ. എനിക്ക് ഓർഡർ ചെയ്യാൻ പറയാം. ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ബ്ലൂബെറി ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാല് ഫില്ലിംഗ് ആയിട്ട് തോന്നുക. അതായത് വിശപ്പ് മാറുകയും ചെയ്യും. നമ്മള് വെയിറ്റ് ഒന്നും ഗെയിൻ ചെയ്യില്ല. എന്റെ അമ്മ ഇതൊക്കെ കഴിച്ചത് എനിക്ക് വിശപ്പ് മാറി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേന് എന്റെ വയറ് ഏകദേശം മാറി കേട്ടോ. പ്രോട്ടീൻ അല്ലേ, അധികം കുറച്ച് മധുരം ഇല്ലാതെ
കുറച്ച് വേണം. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല, പക്ഷെ ഒട്ടും മധുരമില്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ഡേറ്റ്സ്, കുറച്ചല്ല ഒരു ഡേറ്റ്സ് ആഡ് ചെയ്ത് വെക്കാം, കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, സോറി ഗൈസ്, എയർ ഫ്രയറിന്റെ വയറാണ് പ്ലഗിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മിക്സിയുടെ പ്ലഗിൻ ചെയ്യാം. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസ് ആയിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഞാൻ ബാക്കി വന്ന മിൽക്ക് മൊത്തം ഞാൻ ഒഴിച്ചില്ല, അതിന് കുറച്ചായിട്ട് വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു. സോ അധികം തിക്കല്ല, പക്ഷെ ഓക്കെ. ഇതിവിടെ വെക്കാം. ഇത് കഴിച്ചിട്ട് വേണം തോന്നിയാല് ബാക്കി എടുക്കാം കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനേ ഇനി ഇത് കഴിച്ചിട്ട് ഞാനിപ്പോ കാണുന്ന ഒരു സീരീസ് ഉണ്ട്, അത് ലാസ്റ്റ് 2 എപ്പിസോഡ്സും കൂടി ബാക്കി. അത് കണ്ടിട്ട് വരാം കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. Cheers. നിങ്ങളിത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. എനിക്ക് നന്നായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കും കേട്ടോ. ആ ബാക്കിയുള്ളത് മിക്കവാറും ഞാൻ തന്നെ കുടിച്ച് തീർക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. സോ ഗായ്സ്, ഞാനില്ലേ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മൈ ലൈഫ് വിത്ത് ദ വാട്ടർ ബോയ്സ്. നല്ല സീരീസ് ആണ് കേട്ടോ. എന്താ പറയുക, ടീൻ സ്റ്റോറിയാണ്, ഒരു റൊമാൻറ്റിക് ഡ്രാമ ജോണറിൽ വരുന്ന ഒരു സീരീസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സീസണേ വന്നിട്ടുള്ളൂ. നൗ ഐ നീഡ് എ സീസൺ 2. രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഐ എം എ ഫോർ എവർ റോം കോം ഗേൾ. എനിക്ക് അങ്ങനത്തെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ജോണറിലുള്ള മൂവീസും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ ഇതിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. ആൻഡ് ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കൂടെ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കാം. അതായത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് വാങ്ങിയ ഐറ്റംസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. ഐ എം നോട്ട് സോ ഷുവർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക്, ഞാൻ കുറേ കാലമായി എനിക്ക് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലിങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന, എനിക്കധികം കുറച്ചിങ്ങനെ നല്ല വിത്തിലുള്ളത്, കുറച്ച് സൈസുള്ള വാച്ചാണ് ഉള്ളത്. ഭയങ്കര തിന്നായിട്ടുള്ള വാച്ച് എനിക്കില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഫ്രം എ ബ്രാൻഡ് കോൾഡ് അനി ക്ലീൻ. ഭയങ്കര പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള, ഇതും ഞാൻ വിചാരിച്ച അത്ര ഇതൊരു തിന്നല്ല, ബട്ട് സ്റ്റിൽ എൻ്റെ കയ്യിലുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് തിന്നെയാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ബാക്ക് ക്യാമറ അല്ലെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് വാങ്ങിയിട്ട് എന്താണ് ഈ സ്ട്രാപ്പല്ല, ചെയിനൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് വലുതാണിത്. ആക്ച്വലി ഇന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ പോകാൻ പറ്റിയില്ല. മേ ബി ഈവനിങ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ. സി, കൊള്ളാം, നൈസ് ആയിട്ടില്ലേ? ഞാൻ ബാക്ക് ക്യാമിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ദിസ് ഈസ് ദ വാച്ച്. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആമസോണിലാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചുമ്മാ എന്തോ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പോൾ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞുതരാം, ബിലോ ഒരു 200 dirhams ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ. സോ യെസ്, ലൈക്ക് ദിസ്. പിന്നെ ഞാൻ എവിടുന്നാ വാങ്ങിച്ചത്? ഇപ്പം കുറച്ച് ആക്സസറീസ് ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് കമ്മലുകള്, രസമില്ലേ? നമുക്ക് എന്താണ് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹൂപ്സ് അല്ല,
ആ ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് കമ്മലുകൾ. പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു നമ്മുടെ ഈ പാമ്പിന്റെ സ്റ്റൈലിൽ വരുന്ന സ്നേക്ക് ഡിസൈൻ എനിക്ക് ഈ കയ്യിൽ ഇടാൻ വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പൊ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഇത് കണ്ടു, അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇയറിങ്സ് പോലെയാണ്, ഇങ്ങനെ ഒരു സ്മോൾ ഹുക്സ് ലൈക്ക് ദിസ്. സോ അതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നിപ്പിൾ കവേഴ്സ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ തിന്നായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ബ്രാഡ് സ്ട്രാപ്പ് വിസിബിൾ ആയിട്ട് തോന്നുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കവേഴ്സാണ്, നിപ്പിൾ കവേഴ്സാണ്. ഇതിങ്ങനെ ഈ ഒരു കവർ റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അത് ഒന്നും ആവില്ല, അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു സാധനം. കാരണം ഞാൻ അധികവും ഈ ഒരു ചെറിയ സ്ട്രാപ്പ് വരുന്ന ഡ്രസ്സൊക്കെ അധികം ഇടാറുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് ട്രെൻഡിയോന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ട്രെൻഡിയോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. വാച്ച് ആമസോണിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ചീപ്പാണ്, അത്ര റേറ്റ് ഒന്നും ഇല്ല അതിൽ. ഭയങ്കരമായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സാധനമാണ്. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. സോ ഇത് സ്റ്റോർ ചെയ്യാനും നമുക്ക് സുഖമാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ഡ്രസ്സാണ്. ഞാൻ ഇട്ട ഡ്രസ്സും ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊരു നൈറ്റ് വെയർ ആണ്. ഇത് ഞാൻ ഇവിടെ ട്രെൻഡിയോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 2 പെയർ ഓഫ് ടോപ്പ് ആൻഡ് പാൻസ് അങ്ങനെ വരുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു പാൻസ് ഒന്നുമില്ല, അതിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻസ് ആണ്. ഈ ഒരു ടോപ്പും കൂടെ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഇത് കണ്ടപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു മോഡൽ പോലെ തോന്നി. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു എക്സ്ട്രാ എന്താ പറയുക, എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നു, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു കോളർ പോലെയാണ് വരുന്നത് കേട്ടോ. ഇത് ഇൻസൈഡ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരു ജീൻസ് ആൻഡ് ടോപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജീൻസ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ അല്ലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ആ സ്റ്റൈലൊക്കെ, ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ ലൂസ് ബോട്ടംസ് ആണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സൈസായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഞാൻ ഇടുമ്പോൾ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ട്രെൻഡിയോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഷീനൊക്കെ ആണെങ്കിൽ അതിലെ മോഡൽ ഏതാണോ ഇടുന്നത് ആ സൈസാണ് അധികവും ഞാൻ വാങ്ങിക്കാറുള്ളത്. ട്രെൻഡിയോള് സൈസ് കൊടുത്തേക്കുന്ന പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ നോക്കി ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം ഇപ്പം അടുത്ത് എവിടെയെങ്കിലും പോകും കേട്ടോ. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ടോപ്പാണ് ഈ ഒരു ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ കളറിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പ്, സ്ലീവ്ലെസ് ആയിട്ട്. ഇത് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഷുഡ് ഹാവ് ബോട്ട് ആക്ച്വലി സ്മോൾ സൈസ് 36 ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് താഴെയുള്ള സൈസ് വാങ്ങിക്കണമായിരുന്നു ഞാൻ, പക്ഷെ ഇതും കുഴപ്പമില്ല. ഇതിങ്ങനെ ഭയങ്കര ബോഡി ഫിറ്റ് ആയിട്ട് നിൽക്കില്ല, കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലും കുറേ ചെറിയ സൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും വാങ്ങിക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അൺബോക്സിങ് അല്ലെങ്കിൽ ഹോൾ അങ്ങനെയൊന്നും മുമ്പ് എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എന്തോ ഭയങ്കര മടിയാണ്. ഡ്രസ്സ് വരുമ്പോൾ ഞാൻ അപ്പം തന്നെ അത് അൺപാക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ട്രൈ ചെയ്ത് എൻ്റെ ഷെൽഫിലൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. പിന്നെ ഞാനത് വിട്ടുപോകും. പിന്നെ എപ്പോഴേലും ആ ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും അയ്യോ ഞാനിങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ എന്ന് ഓർക്കുക. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇതും മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള സ്ട്രാപ്പൊക്കെ ഉള്ള ടോപ്പ് ഇടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രാഡ് സ്ട്രാപ്പ് ഒന്നും പുറത്തേക്ക് വിസിബിൾ ആവില്ല. അങ്ങനെ സാധനമാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഞാൻ ട്രെൻഡിയോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ കുറച്ച് കാലത്തിന് ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ. ഞാൻ എപ്പോഴും എനിക്കൊരു അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഞാൻ മുമ്പ് എപ്പോഴോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഷീൻ ഹോൾ ചെയ്തിട്ടുണ്ട്, കുറേ നാൾ മുമ്പേ ആണെന്ന് തോന്നുന്നു. അതിനുശേഷം
പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഗൈസ്, ഞാൻ മുമ്പത്തെ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികൾ നടുന്ന വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നു. ആ ചെടികളെ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. കുറച്ചൊക്കെ ഒരു ഉണക്കം പോലെ ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആ ചെടി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഉണങ്ങി. എനിക്കറിയില്ല, ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാറുണ്ട്, പക്ഷെ ഇതൊരു ഉണങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലും പൂവുണ്ട്. ഇതിനെന്താ പറ്റിയെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് വാടിപ്പോയി. മോഹനില്ല, അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഗായ്സ്. ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ചൂട് തുടങ്ങി. എനിക്ക് ഇവിടുത്തെ വിന്ററാണല്ലോ ഇഷ്ടം. സമ്മർ ഒടുക്കത്തെ ചൂട്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല. വിന്റർ ആണെങ്കിൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. സമ്മർ കുറച്ചൊരു ലോങ് ഡ്യൂറേഷനാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. നീങ്ങില്ല സമ്മർ. വിന്റർ വരുന്നതും പോകുന്നതും സത്യം പറഞ്ഞാല് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒഫീഷ്യലി സമ്മറിലോട്ട് കടന്നു. ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഞാൻ പുറത്തിറക്കുന്നു. ഇപ്പൊ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഈവനിങ് ഷിഫ്റ്റിനൊക്കെ പോകുമ്പോണ്ടല്ലോ, പുറത്തേക്ക് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് എന്തൊരു ചൂടാന്ന് അറിയുമോ. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മള് ഒന്നത് ബ്ലാക്ക് ഔട്ട് ആയി പോകും. നമ്മള് അവിടെ എത്തുമ്പോഴത്തേനും നമ്മള് ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. ഈ സമ്മറിന്റെ ഇടയ്ക്ക് വേണം ഞങ്ങൾക്കൊന്ന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 1 month നാട്ടിൽ നിൽക്കാമല്ലോ. ഐ മീൻ ഇവിടുത്തെ ചൂടിൽ നിൽക്കുന്നല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. നൈറ്റൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിന്ററിൽ. സമ്മറിൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ആകെ ഞങ്ങൾ ഡ്രസ്സ് വിരിക്കാൻ വേണ്ടി മാത്രമാണ് അധികം ഇങ്ങോട്ടേക്ക് വരാറുള്ളത്, ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ബാൽക്കണി വ്യൂ. നമുക്ക് ഉള്ളിൽ പോവാം. ഇനി അവിടെ നിന്നാൽ ഭയങ്കരമായിട്ട് വേർക്കും. ലഞ്ച് ഓൾറെഡി ഇവിടെ ഇന്നലെ ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. ഒന്ന് റീഹീറ്റ് ചെയ്യണം, എന്നിട്ട് കഴിക്കാം. ഓക്കെ, കഴിക്കാൻ പോവാം. വിശക്കുന്നു. എന്തൊക്കെയല്ലെന്നറിയോ? ഓഫ്കോഴ്സ് ചോറുണ്ട്, അതിൻ്റെ കൂടെ വൻപയറ്, പരിപ്പ് കറി, പുൽസൈ ആൻഡ് മാങ്ങാച്ചാറ്. 3 സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഞങ്ങളൊരു മൂവി കാണാൻ തുടരും. കണ്ടിട്ട് വരാട്ടോ. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. 3 hours സോ ഗൈസ്, ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോഴാണ് വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. മൂവി കണ്ടിട്ട് വീട്ടിലെത്തി. പിന്നെ ഡിന്നർ ചെറുതായിട്ട് ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. മൂവി അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, കുറേ നാളിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 hours അടുത്തുണ്ട് മൂവി. ഞങ്ങൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. ഒരു ലാഗൊന്നും ഇല്ലാതെ. സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഈവൻ മേക്കിംഗ് ആയാലും ഒന്നും നമുക്കൊരു മടുപ്പ് തോന്നുന്ന രീതിയിലല്ലായിരുന്നു. ഭയങ്കര സന്തോഷം. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ മനസ്സ് നിറഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ആൻഡ് പിന്നെ നാളെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്. സോ ഐ ഹാവ് ടു വേക്ക് അപ്പ് അറ്റ് 5. ഐ ഹേറ്റ് ഇറ്റ്. പക്ഷേ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. എനിക്ക് 5:30 ആകുമ്പോൾ എങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ എനിക്ക് കറക്റ്റ് ടൈമിൽ എൻ്റെ ഫാർമസി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിനി ഉറങ്ങട്ടെ. കുറച്ച് സമയം മാത്രമേ ഉറങ്ങാൻ ബാക്കിയുള്ളൂ. ഇവിടെ വന്നിട്ട് ചുമ്മാ ഞങ്ങൾ മൂവീൻ്റെ റിവ്യൂ കാണാതെയാണ് മൂവിക്ക് പോകാറുള്ളത്. കണ്ടു കഴിഞ്ഞ ശേഷമാണ് റിവ്യൂ കാണാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തിയേറ്റർ റെസ്പോൺസും റിവ്യൂസും അതൊക്കെ കണ്ടിട്ട് കുറച്ച് ടൈം പോയി. പെട്ടെന്ന് ഉറങ്ങട്ടെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.